ഹലോ. അപ്പോ നമ്മൾ ഈ ഫ്ലാഗിന്റെ ബിറ്റ് പൊസിഷൻസ് എല്ലാം ഓർക്കണം. ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് ക്യാരി ഫ്ലാഗ്, അതായത് ലാസ്റ്റ് മീൻസ് LS ബിറ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ക്യാരി ഫ്ലാഗ്, പിന്നെ ഒരു അൺയൂസ്ഡ് സ്റ്റേറ്റ് ആണ്, ദെൻ പാരിറ്റി ഫ്ലാഗ്, ദെൻ ഓക്സിലറി ഫ്ലാഗ്, ദെൻ സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്. ഈ സീറോ ഫ്ലാഗ് സൈൻ ഫ്ലാഗ് വരെയൊക്കെ നമുക്കറിയാം. ഇനി കിടക്കുന്നുണ്ടോ? പിന്നെ ഏറ്റവും അവസാനം 11th ബിറ്റ് പൊസിഷനിൽ ഒരു ഓവർഫ്ലോ ഫ്ലാഗും കിടപ്പുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു 3 ഫ്ലാഗ് അല്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ എല്ലാം കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ റിസൾട്ടിന് അനുസരിച്ചിട്ട് വരുന്ന വാല്യൂസ് ആണ്. ഇപ്പൊ സീറോ ഫ്ലാഗ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് 0 ആണെന്നുണ്ടെങ്കിൽ സീറോ ഫ്ലാഗ് ഹൈ ആവും. അതുപോലെ നമ്മുടെ സൈൻ ബിറ്റ് നെഗറ്റീവ് നമ്പർ അങ്ങനത്തെ വരുമ്പോഴത്തേക്ക് സൈൻ ഫ്ലാഗ് ഹൈ ആവും, MSB ഹൈ ആവുന്നതനുസരിച്ച്. അതുപോലെ പാരിറ്റി ഫ്ലാഗ് ഒരു കാര്യം ഓർക്കണം, 8086 ചെക്ക് ചെയ്യുന്നത് ഓഡ് പാരിറ്റി ആണ്, തെറ്റിപ്പോകരുത്. 8051 നമ്മള് കൺട്രോളറിലേക്ക് വരുമ്പോൾ അവിടെ ഈവൻ പാരിറ്റി ആണ്, ഇവിടെ ഓഡ് പാരിറ്റി ആണ്. എന്താ ഈ ഓഡ് പാരിറ്റി ഈവൻ പാരിറ്റി എന്ന് അറിയാവോ? ഇത് പലർക്കും തെറ്റിപ്പോന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇപ്പൊ ഓഡ് പാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻക്ലൂഡിങ് നമ്മുടെ പാരിറ്റി ബിറ്റും കൂടി ചേർത്തിട്ട് നമ്പർ ഓഫ് വൺസ് എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇൻക്ലൂഡിങ് ഇപ്പൊ നമ്മുടെ റിസൾട്ടിനകത്ത് 4 വൺസ് ഉണ്ട്. 4 വൺസ് ഉണ്ട്. അപ്പൊ 4 1 ആകുമ്പോഴത്തേക്ക് അത് ഈവൻ നമ്പർ ഓഫ് 1 ആണ്. അപ്പം ഇൻക്ലൂഡിങ് നമ്മൾ ഒരു പാരിറ്റി ഫ്ലാഗും കൂടെ എടുത്ത് എന്ത് ചെയ്യണം? 1 ആക്കും. അപ്പൊ അതെന്തായി? ഓഡ് നമ്പർ ആയില്ലേ? ഓഡ് നമ്പർ ഓഫ് 1 ആയില്ലേ? അതായത് ഓഡ് പാരിറ്റി ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ പാരിറ്റി ഫ്ലാഗും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം? ഓഡ് നമ്പർ ഓഫ് വൺസ് വരണം. അപ്പൊ 8086 ഉം 8051 തമ്മിൽ തിരിഞ്ഞു വായിക്കുള്ള ഒന്നാണ്. ഓഡ് പാരിറ്റി ആണ് 8086 ഈ നമ്മുടെ മൈക്രോ കൺട്രോളർ 8051 വരുമ്പോൾ അവിടെ ഈവൻ പാരിറ്റി ആണ്. മറക്കരുത്. ഇനി അതുപോലെ ഓക്സിലറി ഫ്ലാഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഓരോ ലോവർ നിബിൾ അപ്പർ നിബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ലോവർ നിബിളിൽ നിന്ന് അപ്പർ നിബിളിലേക്ക് ഒരു ക്യാരി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിലറി ഫ്ലാഗ് ഹൈ ആവും, ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അതുപോലെ ക്യാരി ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്താ? ക്യാരി ജനറേറ്റ് ചെയ്യുമ്പോൾ ക്യാരി ഫ്ലാഗ് ഉണ്ടാവും. ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡിവൈഡഡ് ബൈ 0 കണ്ടീഷൻ വരുവാന്ന് വെച്ചോ, അതായത് അത് ഓവർഫ്ലോ ആയി. ഡിവൈഡ് ബൈ 0 എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് കേസ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓവർഫ്ലോ ഫ്ലാഗ് ഹൈ ആവുന്നത്. പിന്നെ അതുപോലെ ഇനി നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഫ്ലാഗ് ആണ്. 3 ഫ്ലാഗ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ 51 85 ഒന്നും കാണാത്ത സാധനമാണ്. ട്രാപ്പ് ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ്. ഓവർഫ്ലോ ഫ്ലാഗ് ഓവർഫ്ലോ ഉണ്ടാവുക, ഈ പറഞ്ഞ ഡിവൈഡ് ബൈ 0 പോലത്തെ കേസ് വരുമ്പോൾ, ഇൻഫൈനൈറ്റ് അങ്ങനത്തെ കേസ് വരുമ്പോൾ ഹൈ ആവുന്ന സാധനമാണ് ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാപ്പ് ഫ്ലാഗ് ഓർത്തോണം. ഇന്ററപ്റ്റ് ഫ്ലാഗ് ഇതുവരെ പഠിച്ചിട്ടില്ല, ട്രാപ്പ് ഫ്ലാഗ് ഇതുവരെ പഠിച്ചിട്ടില്ല, ഡയറക്ഷൻ ഫ്ലാഗ് ഇതുവരെ പഠിച്ചിട്ടില്ല. ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സിംഗിൾ സ്റ്റെപ്പ് മോഡിലാണോ നടക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണ്. അത് പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. സിംഗിൾ സ്റ്റെപ്പ് മോഡിലാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ട്രാപ്പ് ഫ്ലാഗിന്റെ വാല്യൂ ഹൈ ആവും. ഇനി ഇന്ററപ്റ്റ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇന്ററപ്റ്റ് കൊടുക്കുമ്പോൾ, നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ് കൊടുക്കുന്നു. ആ ഇന്ററപ്റ്റ് കൊടുക്കുമ്പോൾ ആ ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് തൽക്കാലമുള്ള കാര്യം നിർത്തിയിട്ട് നമ്മുടെ CPU വേറെ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമൊന്നും അല്ല ചെയ്തിട്ട് അത് നിർത്തിയിട്ട് എവിടേക്ക് പോകും? ആ ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. അപ്പൊ ആ ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് ഈ ഇന്ററപ്റ്റ് ഫ്ലാഗിന്റെ വാല്യൂ ഹൈ ആവും. ആ ഇന്ററപ്റ്റ് പ്രോസസർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മെമ്മറി, എന്നിട്ട് തിരിച്ച് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ തിരിച്ച് നമ്മുടെ പഴയ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇന്ററപ്റ്റ് ഫ്ലാഗ് തിരിച്ച് 0 ആയിട്ട് മാറും.
ഇനി ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയും. ഡയറക്ഷൻ ഫ്ലാഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ. അത് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലം ഇത്ര ഓർക്കുക. ഡയറക്ഷൻ ഫ്ലാഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഈ സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ അത് ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും സോഴ്സിന്റെ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കുന്നതിനും വെക്കുന്നതിനും കുറച്ച് വ്യത്യാസം വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഡയറക്ഷൻ ഫ്ലാഗ്. അപ്പൊ ഡയറക്ഷൻ ഫ്ലാഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ. അത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കാൻ മനസ്സിലാവും. തൽക്കാലം ഇത്ര ഓർക്കുക. അത് ഇനി അങ്ങോട്ട് വഴിയെ നമുക്ക് അത് ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എത്ര കണ്ടീഷണൽ ഫ്ലാഗ് ഉണ്ട്? മൊത്തത്തിൽ നമുക്ക് എത്രയാണ്? 16 ബിറ്റ് ഫ്ലാഗ് ആണ്. 16 ഫ്ലാഗിൽ നമ്മൾ 9 ബിറ്റ് പൊസിഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആ 9 ബിറ്റ് ബാക്കി റിമൈനിങ് 7 ബിറ്റ് പൊസിഷൻ എന്താണ്? അൺയൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ഈ നമ്മുടെ 9 ബിറ്റിനകത്ത് 6 ബിറ്റ് പൊസിഷൻ ഫോർ കണ്ടീഷണൽ ഫ്ലാഗ് ആൻഡ് 3 ബിറ്റ് ഫോർ അൺകണ്ടീഷണൽ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലാഗ് ആണ്. അതായത് ട്രാപ്പ് ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ്. സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻ നമുക്ക് സ്ട്രിംഗ് ഇൻസ്ട്രക്ഷന്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഡയറക്ഷൻ ഫ്ലാഗിനെ പറ്റി പറയാത്തത്. എന്തായാലും സ്ട്രിംഗ് ഇൻസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടാണ് മാത്രം ഓർക്കുക. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അറിയാലോ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണലി അല്ലെങ്കിൽ ഇന്റേണലി ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വല്ലതും പ്രോഗ്രാം എഴുതി കൊടുത്തു, പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ഡിവൈഡ് ബൈ 0 എന്നൊരു കണ്ടീഷൻ വന്നു. അപ്പം ഒരു ഇന്ററപ്റ്റ്. അപ്പൊ ഉണ്ടാവുന്നത് എന്താ? ഒരു ഇന്ററപ്റ്റ് ആണ്. അതായത് എന്ത് ചെയ്യണമെന്ന് സിസ്റ്റം അറിയാത്തൊരു കേസ് വരും. അപ്പൊ എന്തെങ്കിലും ആ ഇന്ററപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് സിറ്റുവേഷനിലായി പോകും. അപ്പൊ അതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈഡ് ബൈ 0 കേസ് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്നത് ചെയ്താൽ മതി, ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അത് നമ്മൾ അതായത് ഓരോ ടൈപ്പ് ഇന്ററപ്റ്റും ഓരോ അഡ്രസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ വേറെന്താ, ആ ഒരു ഇന്ററപ്റ്റ് എക്സ്റ്റേണലി കൊടുക്കുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇന്ററപ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? നമ്മുടെ പ്രോസസർ എന്ത് ചെയ്യും? ആ ഇന്ററപ്റ്റിന്റെ അഡ്രസ് ഏതാന്ന് നോക്കും. ആ അഡ്രസ്സിൽ പോയി ആ അഡ്രസ്സിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? സെറ്റ് ഓഫ് പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇന്ററപ്റ്റ് വരുമ്പം ചെയ്യണ്ടേ, എന്താണ് എക്സിക്യൂട്ട് ചെയ്യണ്ടേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയി അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രോസസർ. അപ്പോൾ നമ്മുടെ 8086 എത്ര ഇന്ററപ്റ്റ് ഉണ്ടെന്ന് ചോദിക്കും. 256 ഇന്ററപ്റ്റ്സ് ഉണ്ട്. 256 ഇന്ററപ്റ്റ്സ് ഉണ്ട്. ഈ ഇന്ററപ്റ്റുകളുടെ എല്ലാം അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഓരോ ഈ 256 ഇന്ററപ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് 256 എന്തുണ്ട്? അഡ്രസ്സുകളുണ്ട്. ഓരോ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ. ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ അതിന്റെ സൈസ് ആണ് 1 KB മെമ്മറി. 1 KB മെമ്മറി. അത് നമ്മുടെ മെമ്മറിയുടെ എവിടം തൊട്ട് എവിടം വരെ യൂസ് ചെയ്യുന്നത്? 0000 മുതൽ 0003 FF വരെയുള്ള സ്പേസ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചില്ല, ഇപ്പൊ മനസ്സിലായില്ലേ എവിടൊക്കെയാ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ നോക്കിയപ്പോൾ നേരത്തെ 2000 മുതൽ എത്ര 800 വരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു മെമ്മറിയുടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. റിമൈനിങ് വേറെ അൺയൂസ്ഡ് സ്റ്റേറ്റുകൾ കിടപ്പുണ്ട്. അതിൽ ഈ 0000 മുതൽ 0003 FF വരെ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ. ഓക്കെ ആണോ? അപ്പൊ ഈ അഡ്രസ് ഓർത്തിരിക്കാം. അതാണ് നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്കിക്കോ, ഏറ്റവും ലാസ്റ്റ് നോക്കിക്കോ എഴുതിയിരിക്കുന്നത് 0003 FF is set aside for എന്താണ്? ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ. അല്ലെങ്കിൽ ഈ ഓരോ ഇന്ററപ്റ്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം. ഇന്ന ഇന്ററപ്റ്റ് വരുമ്പോൾ ഡിവൈഡ് ബൈ 0 വരുമ്പം ഇന്ന ഇന്ററപ്റ്റ് ഇന്ന അഡ്രസ്സിലേക്ക് പോകണം. ആ അഡ്രസ് ആ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അതെങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഒരു ഫിഗർ കാണിച്ചു തരാം. ഇത് കണ്ടോ? 000 മുതൽ 0003 FF വരെ മെമ്മറിയുടെ ഒരു ഭാഗമാണ്, മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് ഭാഗമാണിത്. ഇവിടം വരെയാണ്. കണ്ടോ? ടൈപ്പ് 0 ഇന്ററപ്റ്റ്. അതൊരു ഇന്ററപ്റ്റ് നമുക്ക് 256 ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു. ടൈപ്പ് 0 ഇന്ററപ്റ്റ്, ടൈപ്പ് 1 ഇന്ററപ്റ്റ്, അങ്ങനെ ടൈപ്പ് 255 വരെയാണ്. പ്രോഗ്രാമിനകത്ത് ഇന്ററപ്റ്റിനുള്ള എന്ന് കൊടുത്തിട്ട് ഞാൻ ടൈപ്പ് കൊടുക്കുക. ഏത് ടൈപ്പ്? 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 × 4 ചെയ്യും നമ്മുടെ
പ്രോസസ്സർ 1x4 ചെയ്യും. 1x4 ചെയ്യുമ്പം ആ ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിൽ നിന്ന് എന്ത് കിട്ടും? അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്രസ്സ് കിട്ടും. അപ്പം ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇന്ററപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പം നിങ്ങളിപ്പോ ഈ ഫിഗറിനകത്ത് പോയിന്റർ ടൈപ്പ് 0 ഞാൻ എടുത്തിരിക്കുന്നുണ്ടോ? അപ്പോ മെമ്മറിയുടെ 0 ആ ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ് ടൈപ്പ് 0 എന്ന് പറയുന്ന ഇന്ററപ്റ്റിന് വേണ്ടിയിട്ട് 0000 മുതൽ 0004 വരെയുള്ള സ്പേസ് യൂട്ട്, അതായത് 4 ബൈറ്റ് പൊസിഷൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇന്ററപ്റ്റിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. 2 ബൈറ്റ് യൂസ് ചെയ്യുന്നത് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ പോയിന്റർ അഡ്രസ് സ്റ്റോർ ചെയ്യാനും, അടുത്ത 2 ബൈറ്റ് യൂസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കോഡ് സെഗ്മെന്റിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനും. ഓക്കെ, അതായത് നമ്മുടെ ഒരു മെമ്മറി എടുക്കുമ്പോൾ മെമ്മറിക്ക് നമ്മൾ കോഡ് സെഗ്മെന്റ് എന്നൊക്കെ കണ്ടല്ലോ അല്ലേ? ആ കോഡ് സെഗ്മെന്റിന്റെ അഡ്രസ് എവിടെ കിടക്കുവാന്ന് അറിയാനും, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് ആ അഡ്രസ്സിൽ പോകാൻ വേണ്ടി. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത്, ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയും. അപ്പൊ ഇത്രയും ഓർക്കുക, ഓരോ ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 4 ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ല, 2 ബൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ പോയിന്റർ വാല്യൂ സ്റ്റോർ ചെയ്യാനും, അടുത്ത 2 ബൈറ്റ് കൊടുത്തിരിക്കുന്നത് കോഡ് സെഗ്മെന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാനും, കോഡ് സെഗ്മെന്റ് അഡ്രസ് സ്റ്റോർ ചെയ്യാനും. അങ്ങനെ എത്ര സ്പേസ് ഉണ്ട്? അപ് ടു 255 വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രോഗ്രാമിനകത്ത് ഞാൻ ഇന്റ് ടൈപ്പ് 2 എന്ന് കൊടുത്താൽ 2 ഇൻറ്റു ടൈപ്പ് 2 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പൊ 8ന്റെ ഹെക്സാഡെസിമൽ എടുത്ത് അല്ലെങ്കിൽ ബൈനറി എടുത്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ അഡ്രസ് കണ്ടുപിടിക്കുന്നത്. അവിടെ ചെല്ലുമ്പം എന്ത് കിട്ടും? 2 2 ബൈറ്റ് അഡ്രസ് ആഡ് ചെയ്ത് എഫക്റ്റീവ് ഇന്ററപ്റ്റിന്റെ അഡ്രസ് കിട്ടും. അപ്പൊ ഞാൻ ടൈപ്പ് 1 ഇന്ററപ്റ്റ് എന്ന് ക്വസ്റ്റിനകത്ത് അല്ല നമ്മുടെ പ്രോഗ്രാമിനകത്ത് കൊടുക്കും. അപ്പൊ 1x4 ചെയ്യും. 1x4 ചെയ്യുമ്പോഴത്തേക്ക് 0004 എന്ന് പറയുന്ന സ്ഥലത്തെത്തും പ്രോസസ്സർ. 1x4 ചെയ്യുമ്പോ അവിടെ എത്തുമ്പോ എന്ത് കിട്ടും? അവിടുത്തെ 2, അതായത് 004 മുതൽ ഉള്ള 2 കോൺസിക്യൂട്ടീവ് ലൊക്കേഷനിൽ നിന്ന് എന്ത് കിട്ടും? അതിന്റെ IP അതിന്റെ കോഡ് സെഗ്മെന്റ് അഡ്രസ്സും കൂടെ കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് മെമ്മറി അഡ്രസ് റിലേറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇന്ററപ്റ്റ് കിട്ടും. ആ അഡ്രസ്സിൽ പോയി അവിടെ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം ചെയ്തിട്ടാണ് ആ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രോസസ്സർ. മനസ്സിലായോ? ടൈപ്പ് 4 എന്ന് പറയുന്നു. ടൈപ്പ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇൻസ്ട്രക്ഷൻ പോയിന്ററും കോഡ് സെഗ്മെന്റും വേറെയാണോ? വേറെ. ഇൻസ്ട്രക്ഷൻ പോയിന്റർ എന്ന് പറയുമ്പോഴും കോഡ് സെഗ്മെന്റ് എന്ന് പറയുമ്പോഴും പക്ഷെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ എപ്പോഴും പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട മാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം എപ്പോഴും ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഒരിക്കലും ഒരു ഡേറ്റാ സെഗ്മെന്റിലെ രജിസ്റ്ററിലേക്ക് മാപ്പ് ചെയ്യത്തില്ല. എപ്പോഴും കോഡ് ഇല്ല. പക്ഷെ അപ്പം നമ്മളിപ്പം മിസ് പറഞ്ഞത് ആ 4 ബൈറ്റ് കിട്ടും. ആ 4 ബൈറ്റിൽ ആദ്യത്തെ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആയിരിക്കും, പിന്നത്തെ 2 ബൈറ്റ് കോഡ് സെഗ്മെന്റ് ആയിരിക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിലൊരു എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമ്മുടെ ഈ സെക്ഷൻ തീരുമ്പോൾ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാം. അതായത് ഫിസിക്കൽ മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് മെമ്മറിയുടെ. കാരണം ഇതിനുള്ളിലെല്ലാം 16 ബിറ്റ് കാൽക്കുലേഷൻസ് ആയതുകൊണ്ട് ഈ 20 ബിറ്റിലേക്ക് പോകാൻ ഇതിന് പറ്റത്തില്ല. അപ്പൊ 20 ബിറ്റിലേക്ക് പിന്നീട് ഈ അഡിഷൻ ഓപ്പറേഷൻ ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ എഫക്റ്റീവ് മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ 2 വാല്യൂസ് തമ്മിൽ എപ്പോഴും ആഡ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ ഫൈനൽ മെമ്മറി അഡ്രസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ്, ഇപ്പൊ ടൈപ്പ് 3 എന്ന് പറയുന്ന ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം കിടക്കുന്ന അഡ്രസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ IP വാല്യൂയും ഈ കോഡ് സെഗ്മെന്റ് വാല്യൂ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. IP വാല്യൂയും ഡേറ്റാ സെഗ്മെന്റ് വാല്യൂയും കൂടെ ഒരിക്കലും ആഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ IP-യും CS-ഉം കൂടെ ആയിരിക്കും എപ്പോഴും മാപ്പ് ചെയ്തിരിക്കുന്നത് പറഞ്ഞതിന്റെ കാരണം. ഓക്കെ, അപ്പൊ ഈ 2 16 ബിറ്റ് വാല്യൂസും കൂടെ ആഡ് ചെയ്ത് ഒരു എഫക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ കിട്ടും. അവിടെ ആയിരിക്കും നമ്മുടെ ആ ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പ്രോഗ്രാം റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ 256 ലൊക്കേഷൻസ് ഉണ്ട്. എന്നിട്ട് ഈ 256 ലൊക്കേഷൻസ് നമുക്ക് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 224 ലൊക്കേഷൻസേ ഉള്ളൂ. ബാക്കി ഡീഫോൾട്ട് ആയിട്ട് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ആദ്യത്തെ 4 ഇൻസ്ട്രക്ഷൻ. അതായത് ടൈപ്പ് 0 മുതൽ ടൈപ്പ് 4 വരെ സിസ്റ്റത്തിൽ റിസർവ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇന്ററപ്റ്റുകളാണ്. ഒന്ന് ഈ ഓർഡർ പഠിച്ചണം. ടൈപ്പ് 0 എന്ന് പറയുന്നത് റിസർവ്ഡ് ഫോർ ഡിവൈഡഡ് ബൈ 0 എറർ. ടൈപ്പ് 2 എന്ന് പറയുന്നത് റിസർവ്ഡ് ഫോർ സിംഗിൾ സ്റ്റെപ്പ്. ടൈപ്പ് 3 എന്ന് പറയുന്നത് റിസർവ്ഡ് ഫോർ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഫോർ ബ്രേക്ക് പോയിന്റ് ഇന്ററപ്റ്റ്.
ആൻഡ് ടൈപ്പ് 4 എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് ഓവർഫ്ലോ. ഈ 4 റിസർവ്ഡ് പൊസിഷനും ഇതേ ഓർഡറിൽ പഠിച്ചോണം 0 to 4 വരെ. ഇനി 4 കഴിഞ്ഞ് മുകളിലേക്ക് വീണ്ടും ഒരു ഐ തിങ്ക് ഒരു 32 മറന്നുപോയി, 32 ബിറ്റ് ലൊക്കേഷൻസ് അല്ലേ, നോക്കട്ടെ, സോറി, റിമൈനിങ് ഒരു 27 ലൊക്കേഷൻ വീണ്ടും റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ പ്രോസസറിന് വേണ്ടിയിട്ട്. ആ ഇത്രയും സ്ഥലം വരെ, അതായത് 27 + 5, ഈ 32 ബിറ്റ് പൊസിഷൻ 32 ലൊക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. റിമൈനിങ് അതിന് മുകളിലേക്ക് കിടക്കുന്ന ലൊക്കേഷൻസ് അപ് ടു 7E കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള ലൊക്കേഷൻ അപ് ടു 003F വരെയുള്ള 224 ലൊക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കൊടുക്കാവുന്ന ഇന്ററപ്റ്റുകളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആ ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാം എഴുതി വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന ലൊക്കേഷൻസ് ആണ് റിമൈനിങ് ആയിട്ട് കിടക്കുന്നത് 224. അതുപോലെ തന്നെ എത്ര സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഉണ്ട്, എത്ര ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഹാർഡ്വെയർ ഇന്ററപ്റ്റേ ഉള്ളൂ. ഒന്ന് നമുക്ക് ഈ പുറത്ത് 2 പിന്ന് കണ്ടാൽ, നമ്മൾ പിൻ ഔട്ട് കണ്ടപ്പോൾ NMI കണ്ടായിരുന്നു. NMI എന്ന് വെച്ചാൽ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ്. അതായത് വേറെ ഒന്നും വെച്ച് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇന്ററപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് മാത്രമേ വേറെ എന്തും ചെയ്യത്തുള്ളൂ, വേറെ എന്ത് കാര്യവും ചെയ്യത്തുള്ളൂ. അപ്പൊ NMI നോൺ, അത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഹാർഡ്വെയർ വഴി കൊടുക്കുന്നതാണ്. പിന്നെ ഒരു INT0 ഉണ്ട്, അതും എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് പ്രോഗ്രാം വഴി റൈറ്റ് കൊടുത്ത് നമുക്ക് ടൈപ്പ് ഇൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊടുത്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകളാണ്. നമുക്ക് ഇത്രയും കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്താലോ? ഞാൻ ഒന്ന് മൊത്തത്തിൽ ഇതുവരെ പറഞ്ഞൊന്ന് ഓവറോൾ പറയട്ടെ. ഓക്കെ, ഹലോ, ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറയാം. നമ്മള് പ്രോസസർ മൈക്രോ കൺട്രോൾ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അത് എല്ലാവർക്കും അറിയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി എന്താണ് 8086 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് 20 അഡ്രസ് ലൈൻ പ്രോസസർ, HMOS പ്രോസസർ, പിന്നെ 9000 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ എന്ത് പഠിച്ചു? അതിനകത്ത് 2 മോഡ്സ്, പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് 3 ICs പറഞ്ഞു. 8284 ക്ലോക്ക് ജനറേറ്റർ, 8288 എന്താ ബസ് കൺട്രോളർ, 8286 or 8287 ഒക്ടൽ ബസ് ട്രാൻസീവർ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? മിനിമം മോഡ് മാക്സിമം മോഡ് പറഞ്ഞു അല്ലെ? മിനിമം മോഡ് മാക്സിമം മോഡ് തീരുമാനിക്കുന്ന പിൻ നമ്പർ 33. ഇനി ആ മിനിമം മോഡിനും മാക്സിമം മോഡിനും 2 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന പിന്നുകളാണ് 24 to 31. അതുകൂടാതെ നമ്മൾ വേറെ കുറച്ച് പിന്നുകൾ പറഞ്ഞു. അതുപോലെ അഡ്രസ് ബസ് A0 to A15 ബോത്ത് അഡ്രസ് ആൻഡ് ഡേറ്റാ ബസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മിനിമം മോഡിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ററപ്റ്റ് അക്നോളജ് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞാൽ അഡ്രസ് ലാച്ച് ഇനേബിൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞായിരുന്നു? മറ്റേ മെമ്മറി റീഡ് IO റീഡ്, അതിൽ IO ആക്സസ് ചെയ്യാനും മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ പറഞ്ഞു. ഡേറ്റ ട്രാൻസ്മിറ്റ്, ഡേറ്റ റിസീവ്, ഡേറ്റ ഇനേബിൾ, ഇതെല്ലാം മിനിമം മോഡായിട്ട് ബന്ധപ്പെട്ടതാണ്. റൈറ്റ്, ഇതെല്ലാം മിനിമം മോഡായിട്ട് ബന്ധപ്പെട്ടാൽ മറക്കരുത്. പിന്നെ നമ്മൾ ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നലിനെ പറ്റി പറഞ്ഞു. ഹോൾഡ് എന്തായിരുന്നു ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തേ. കുറച്ച് എത്രയോ ക്ലോക്കിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കോ എക്സിക്യൂഷൻ? ഒരു മിനിറ്റ്, ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചെറിയൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബസ് അഡ്രസ് ബസ് ഡേറ്റാ ബസ് നമ്മൾ ചോദിക്കുന്നു, ഏതെങ്കിലും പെരിഫറൽസ്. അപ്പൊ അത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഹോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് പ്രോസസർ ഓക്കെ ആണെങ്കിൽ അവിടുന്ന് ഒരു ഹോൾഡ് അക്നോളജ് സിഗ്നൽ നമുക്ക് തരും. ഇപ്പൊ പറഞ്ഞ അതുപോലെ തന്നെ റെഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെരിഫറൽ റെഡി ആണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അതിനുവേണ്ടിയുള്ളതായിരുന്നു റെഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് പിൻ. അങ്ങോട്ട് അറിയിക്കുവാണ് പ്രോസസറിനെ, ഞാൻ റെഡിയാണ് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എന്ന് ചോദിച്ചുകൊണ്ട്. അതുപോലെ നേരത്തെ ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ മറ്റേ ഹോൾഡ് ചോദിച്ചപ്പോ, അത് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റ് സിഗ്നൽ ആയിരുന്നു. ടെസ്റ്റ് മറക്കല്ലേ, ടെസ്റ്റ് ആയിരുന്നു വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ പിന്നെന്താ, മാക്സിമം മോഡിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം എന്ത് വഴിയായിരിക്കും? 8288 വഴിയായിരിക്കും. അപ്പൊ അതിനകത്ത് കുറച്ച് സ്റ്റാറ്റസ്, ക്യൂ സ്റ്റാറ്റസ് പറഞ്ഞു. എന്താ QS1 QS0 പറഞ്ഞു. 00 ആണെങ്കിൽ ഓപ്പറേഷൻ, 01 ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഫ്രം ക്യൂ, 10 ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? MD ക്യൂവിനെ ചെയ്യുന്നു. 11 ആകുമ്പോഴത്തേക്ക് സബ്സിക്വന്റ് ബൈറ്റ്സ് ഫ്രം ക്യൂ. ഇത് മറക്കല്ലേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് എന്ത് പറഞ്ഞായിരുന്നു? നമ്മൾ വേറെ കുറച്ച് അതായത് എക്സ്റ്റേണൽ IO ആയിട്ടും മെമ്മറി ആയിട്ടും ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മൾ S2 S1 S0 എന്ന് പറഞ്ഞിട്ട് 3 പിൻസ് എടുത്ത് നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നു? നമ്മുടെ 8288 കണക്ട് ചെയ്യുന്നു. അതിന്റെ വാല്യൂസ് അനുസരിച്ചിട്ടായിരിക്കും IO റീഡ്, IO റൈറ്റ്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഓപ്കോഡ് ഫെച്ച് ഇതെല്ലാം നടക്കുന്നത്. അതിന്റെ ഒരു സെറ്റ് ഓഫ്
ഞാൻ ആ വാല്യൂസ് തന്നിട്ടുണ്ട്, അത് നോക്കണം. 000 ആ കോമ്പിനേഷൻസ് എല്ലാം നോക്കണം. പിന്നെ ലോക്ക് എന്ന് പറഞ്ഞാൽ ലോക്കിന്റെ വാല്യൂ ഹൈ ആണെന്നുണ്ടെങ്കിൽ, അല്ല ആക്റ്റീവ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വേറെ ഒരു പ്രോസസ്സറിനും വേറെ ഒരു കോപ്രൊസറിനും നമ്മുടെ എന്തിനെ കിട്ടത്തില്ല, ബസ്സിനെ വിട്ട് കിട്ടത്തില്ല. അതിന്റെ വാല്യൂ ഹൈ ആക്റ്റീവ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോസസർ ഇസ് ബിസി വിത്ത് സംതിങ്. സോ ആ പ്രോസസർ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ ലോക്ക് ബാർ സിഗ്നൽ ആക്റ്റീവ് ലോക്ക് ബാർ സിഗ്നൽ എന്താ ലോ ആയാൽ മാത്രമേ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇനാക്റ്റീവ് ആയാൽ മാത്രമേ നമ്മുടെ കോപ്രൊസസറിന് എന്ത് ചെയ്യാൻ പറ്റൂ, റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡേറ്റാ ബസ്സിന് വേണ്ടിയിട്ട്. അപ്പം ആ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള 2 പിൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? GT0 GT1. അവിടെ GT0 ഹയർ പ്രയോറിറ്റി. അതായത് രണ്ടിടത്തും ഒരേപോലെ 2 കോപ്രൊസസേഴ്സ് വന്നിട്ട് ഹൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ GT0 ആൾക്കാർക്ക് ആദ്യത്തെ എന്ത് കൊടുക്കുന്നത്, ബസ് വിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് GT1 കണക്ട് ചെയ്ത് ആക്കി കൊടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ 8086 ഇന്റർഫേസ് 8086 ഫങ്ഷണൽ അല്ലെങ്കിൽ എന്താ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് പോയി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ബസ് ഇന്റർഫേസ് യൂണിറ്റ്, എക്സിക്യൂഷൻ യൂണിറ്റ്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയായിരുന്നു? ബസ് ഇന്റർഫേസിനെ മാത്രം ഓർത്താൽ മതി, മറ്റേ നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. ബസ് ഇന്റർഫേസ് യൂണിറ്റിനകത്ത് ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഉണ്ട്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. മറ്റേടത്താണെങ്കിൽ എന്താ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാക്ക് പോയിന്റർ, ബേസ് പോയിന്റർ, ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്, പിന്നെന്താ നമ്മുടെ ALU, കൺട്രോൾ യൂണിറ്റ്, ഫ്ലാഗ്, ഡീകോഡിംഗ് യൂണിറ്റ്. ഇതെല്ലാം ഇരിക്കുന്ന എവിടെയാണ്? എക്സിക്യൂഷൻ യൂണിറ്റിലാണ്. ഇനി ഇനി ക്യൂ എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ആയിരുന്നു? അത് മറക്കരുത്, 6 ബൈറ്റ് ക്യൂ ആയിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങൾ സ്റ്റാക്ക് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണോ പഠിച്ചിട്ടുള്ളത്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ ബുക്ക് അടുക്കി വെക്കുമ്പോൾ ഏറ്റവും അവസാനം കൊണ്ടുവച്ചതായിരിക്കും നമ്മൾ എടുത്തു മാറ്റുന്നത് അല്ലെ. ബുക്ക് അടുക്കി വെക്കുന്ന ഓർത്താൽ മതി. സ്റ്റാക്കിന്റെ കാര്യം വരുമ്പോൾ ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന ആളുടെ ബുക്ക് ആയിരിക്കും ആദ്യം എടുക്കുന്നത്. പക്ഷെ ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും. ക്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ നമ്മളൊരു ക്യൂ നിൽക്കുന്നു, നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ഈ ലാസ്റ്റ് വന്ന ആളിനെയാണോ ആദ്യം കയറ്റുന്നത്? ഫസ്റ്റ് വന്ന ആളിനെ തന്നെയല്ലേ കയറ്റുന്നത്. സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അത് മറക്കരുത്. ക്യൂവും സ്റ്റാക്കും തിരിഞ്ഞു പോകരുത്. ക്യൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, സ്റ്റാക്ക് ലാസ്റ്റ്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ബുക്ക് അടുക്കി വെക്കുന്ന ഓർക്കുക, ക്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഉള്ള ക്യൂ തന്നെ ഓർക്കുക. ഓക്കെ, അപ്പൊ 6 ബൈറ്റ് ക്യൂ പറഞ്ഞു. പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എത്ര ഉണ്ട്? 4 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് പറഞ്ഞു. അതിന്റെ എല്ലാം ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ പൈപ്പ് ലൈനിങ് ബേസിക്കലി എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാരണം ഇതിനകത്ത് 2 യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് എക്സിക്യൂഷൻ യൂണിറ്റും ബസ് ഇന്റർഫേസ് യൂണിറ്റും നിൽക്കുന്നതുകൊണ്ടാണ്. എക്സ്റ്റേണൽ ആയിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ്. അതായത് ഓപ്കോഡ് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് നേരത്തെ അഡ്വാൻസ് ആയിട്ട് വെക്കുന്നത് ആരാണ്? നമ്മുടെ ക്യൂ വഴിയാണ് വെക്കുന്നത്, ബസ് ഇന്റർഫേസ് യൂണിറ്റ് വഴിയാണ് വെക്കുന്നത്. ഇനി എക്സിക്യൂഷൻ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 4 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ 4 16 ബിറ്റ് ആണ്. സ്റ്റാക്ക് പോയിന്റർ, ബേസ് പോയിന്റർ ഇതെല്ലാം 16 ബിറ്റ് ആണ്. ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി നമ്മളെ ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ ഡി രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പോർട്ട് ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ടും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ഇതിനെല്ലാം സാധാരണ ഓപ്പറേഷൻ ഉണ്ട്, എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് പറഞ്ഞത്. CX രജിസ്റ്റർ, അതായത് നമ്മുടെ കൗണ്ടർ രജിസ്റ്റർ എന്ന് പറയുന്നത് C രജിസ്റ്റർ ആണ്. പിന്നെ ബേസ് രജിസ്റ്റർ നമ്മൾ മെമ്മറി അഡ്രസ്, എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി സെഗ്മെന്റിലേക്ക് കയറി കിടക്കാൻ, സെഗ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിനെ നമ്മൾ 64 KB ഉള്ള 4 ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് മിനിമം 4 സെഗ്മെന്റ് വേണം. കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന 16 ബിറ്റ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. അപ്പൊ കോഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷന്റെ ഓഫ് കോഡ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഡാറ്റാ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷനകത്ത് വേരിയബിൾസ്, കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്മൾ സബ് റൂട്ടീൻ വരും, ഒരു പ്രോഗ്രാം മെയിൻ പ്രോഗ്രാമിന് വേറെ പ്രോഗ്രാമിലേക്ക് സബ് റൂട്ടീൻ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ആ സബ് റൂട്ടീൻ പ്രോഗ്രാമിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു. അല്ലെങ്കിൽ തിരിച്ച് അവിടുന്ന് നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള PC-യുടെ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. ഇതെല്ലാമാണ് സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ സെഗ്മെന്റ് കുറച്ച് സ്ട്രിംഗ് ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് സ്ട്രിംഗ് ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്റ്റർ ആണ്. ഇത് മാപ്പ് ചെയ്തിരിക്കുന്ന സെഗ്മെന്റ് ആണ്. എക്സ്ട്രാ സോഴ്സ് ഇൻഡെക്സ് ആണെങ്കിൽ ഡാറ്റാ സെഗ്മെന്റും, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ ആണെങ്കിൽ എക്സ്ട്രാ സെഗ്മെന്റും. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? പിന്നെ നമ്മൾ ഇന്ററപ്റ്റിനെ പറ്റി വന്നായിരുന്നു. ഇന്ററപ്റ്റ് എത്ര എണ്ണം ഉണ്ട്? 256 ഇന്ററപ്റ്റ് ഉണ്ട്. 256 ഇന്ററപ്റ്റില് 0 to 255 വരെ അവരുടെ എല്ലാ അഡ്രസ്സും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ററപ്റ്റ് ടേബിൾ. അത് നമ്മുടെ മെമ്മറിയിൽ എവിടെ തൊട്ട് എവിടെ വരും? 000 സ്റ്റാർട്ടിങ് മുതൽ 3FF വരെ വരും. ഇത്ര ഓർക്കുക. ഈ ഓരോ ലൊക്കേഷനകത്തും ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട IP-യും
CSM കോഡ് സെഗ്മെന്റ് അഡ്രസ്സും IP അഡ്രസ്സും രണ്ടും സ്റ്റോറേജിന് രണ്ടും 2x2 വെച്ച് സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ് എന്നാൽ ആ ഇന്ററപ്റ്റിന്റെ അഡ്രസ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ടൈപ്പ് 3 × 4 ചെയ്യുക. ആ ടൈപ്പ് 3 × 4 12ന്റെ ഹെക്സാഡെസിമൽ എടുക്കുക. അല്ലെങ്കിൽ അതായിരിക്കും അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. ആ ഇന്ററപ്റ്റിന്റെ അഡ്രസ് വിക്ടർ ടേബിളിലെ അഡ്രസ് എന്ന് പറയുന്നത്. ആ അഡ്രസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് നമുക്ക് എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ IP CS കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്. ഏകദേശം നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തോ? നിങ്ങൾ ഇതൊന്ന് വായിക്കുമ്പോഴും കൂടി അപ്പൊ നമ്മൾ ഫ്ലാഗ് പറഞ്ഞു. ഫ്ലാഗില് എത്ര നമുക്ക് 16 ബിറ്റ് ഫ്ലാഗിൽ എത്ര എണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ? 9 എണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ. 7 എണ്ണം അൺയൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ആ 9ൽ 6 എണ്ണം കണ്ടീഷണൽ ഫ്ലാഗ് ആണ്. റിമൈനിങ് 3 എണ്ണം അൺകണ്ടീഷണൽ ആണ്. അതിനകത്ത് അൺകണ്ടീഷണൽ വരുന്നതാണ് ട്രാപ്പ് ഫ്ലാഗ്, ഇന്റർ ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പാരിറ്റി എങ്ങനത്തെ പാരിറ്റിയാണ്? ഓഡ് പാരിറ്റി. തിരിഞ്ഞു പോരുത്. 5-1 വരുമ്പം കൺട്രോളർ വരുമ്പം ഈവൻ പാരിറ്റി ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ ആണോ? പിന്നെ ലോക്ക് സിഗ്നൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഇപ്പൊ 1 മണി കഴിഞ്ഞില്ലേ? അഡ്രസ്സിംഗ് മോഡ്സും കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റും കൂടി നമുക്കിന്ന് പറയാം. എന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നോക്കാം. എല്ലാം ഒന്നും തീരില്ല, കുറച്ച് നോക്കാം. എന്നിട്ട് അടുത്ത ദിവസം പറയാം, ഷെഡ്യൂൾ ചെയ്യാം. 1 മണി വരെയൊക്കെ എടുക്കാറുള്ളോ? എങ്ങനെയാ? ഹലോ, ഒന്ന് വൈകുന്നേരം ഉണ്ടോ മിസ്സേ? എന്നാ സാറേ? അല്ല സാറല്ല, ഞാൻ മേടിച്ച സാറ് വന്നേ. ഇല്ല വൈകുന്നേരം ഉണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ടോ? ടൈം പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞായിരുന്നു എടുക്കണേന്ന്. എപ്പോഴായിരിക്കും? വൈകുന്നേരം എടുക്കാന്ന് അറിയത്തില്ല കേട്ടോ, എന്നോട് സമയം പറഞ്ഞില്ല. 3 മണിക്കായിരിക്കും തോന്നുന്നു. ആണോ? എന്നാ പിന്നെ ഇപ്പൊ നിർത്താൻ മതി. നോട്ട് ഷെയർ ചെയ്യാം. തരാം. പിന്നെ അത് എവിടെ എന്താ ചെയ്യണ്ടേ? സാറിന് കൊടുത്താൽ മതിയോ നോട്ട്? ഞാൻ അപ്പൊ നിങ്ങൾ സാറിനെ മേടിച്ചോണ്ടാ മതി. ഓക്കെ.